ഹലോ നമസ്കാരം. മിനി റീഡിംഗിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്മിലെഴുത്ത് ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളോട് കൂടുതൽ ലൈഫിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറയുന്നു, ക്ഷമയോടായിരിക്കാൻ പറയുന്നുണ്ട്, ഈ മൊമെന്റിലായിരിക്കുക, ഗ്രൗണ്ടഡ് ആയിരിക്കുക. ഓക്കെ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട സമയമാണ്. അതായത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനോട് അലൈൻഡ് ആകണമെങ്കിൽ നിങ്ങൾ ആ ആക്ഷൻസ് എടുത്തേ തീരൂ. ഓക്കെ, അത് എടുക്കണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ക്ഷമയോടെ വേണം, ഒരു ഡിസിപ്ലിൻ വേണം ലൈഫിൽ, ഒരു അടുക്കും ചുറ്റൊക്കെ വേണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രസന്റ് മൊമെന്റിലായിരിക്കണം. ഒരു ഡെസ്പിറേഷന്റെ പുറത്തുള്ള ആക്ഷൻസ് എടുക്കേണ്ടത്, നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ആ ഒരു രീതിയാണ് വേണ്ടത് എന്ന് പറയുന്നു. അതോടൊപ്പം നിങ്ങളോട് പറയാണ് സ്ട്രോങ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നിങ്ങൾ എന്തിനു ചെയ്യുന്നു, ഏതിന് ചെയ്യുന്നു എന്നുള്ളതെല്ലാം എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഏത് എനർജിയിൽ ഇരുന്നുകൊണ്ടാണോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി പരിശ്രമിക്കുന്നത്, ആ എനർജിയാണ് നിങ്ങളെ അട്രാക്ട് ചെയ്യുക. അപ്പൊ മാക്സിമം ഒരു പ്രതീക്ഷയോടെ പോസിറ്റീവ് എനർജിയിൽ ഇരുന്നു കൊണ്ട് ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുമ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പോസിറ്റീവ് എക്സ്പീരിയൻസസും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം നിങ്ങളുടെ ആഗ്രഹവും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുകയും ചെയ്യും. എപ്പോഴും അത് മനസ്സിലാക്കുക. ടെൻഷനോട് കൂടിയും ഒരു ആകുലതകളും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കണമെങ്കിൽ അതിലേക്കുള്ള വഴിയും അതുപോലെ ദുഷ്കരമായിരിക്കും. ഓക്കെ, അതുപോലെ എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. പൊട്ടും പൊടിയൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇന്നത് ചെയ്യാൻ പോകണം, അത് ഇന്നതുകൊണ്ടാണ്, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങളെ ട്രൂലി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അത് ആരാണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിങ്ങളുടെ കൂടെ എന്നും എപ്പോഴും ഉള്ള ആളുകൾ. ഓക്കെ, ഏതൊരു അവസ്ഥയിലും നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ, അവരോടൊപ്പം മാക്സിമം സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നു. കാരണം അവരോടൊപ്പം നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് കുറേ കൂടെ ശാന്തമായിരിക്കും, നിങ്ങൾക്ക് കുറേ കൂടെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഈ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ആളുകളുടെ പ്രസൻസ് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല അതിലൂടെ നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ, നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആകർഷിക്കാനും സാധിക്കും എന്ന് കാണുന്നു. ഓക്കെ, യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്ന് മനസ്സിലാക്കുക, ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്ന് മനസ്സിലാക്കുക. എന്തൊരു കാര്യം നേരം വൈകുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നേരം വൈകി നേരത്തെ ആയി എന്നൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് എന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഓരോ കാര്യം സംഭവിക്കുന്നത് അത് നടക്കേണ്ട സമയത്ത് തന്നെയാണ്. മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ നേരം വൈകി അല്ലെങ്കിൽ നേരത്തെ ആയി എന്നൊക്കെ തോന്നുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതും നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങളുടെ ജീവിതവും തൊട്ടപ്പുറത്തേക്കുന്ന ആളുടെ ജീവിതവും രണ്ട് വഴിയിലൂടെയാണ് പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് പുറമെ നിന്ന് കാണുമ്പോൾ അവരുടെ ലൈഫ് സുഖകരമായിട്ട് തോന്നും, പക്ഷെ അവരെന്തിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പൊ ബ്ലൈൻഡ് ആയിട്ട് മറ്റുള്ളവരുടെ ലൈഫ് കണ്ട് അത് ജഡ്ജ് ചെയ്തിട്ട് എന്റെ ലൈഫ് ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ് വിക്ടിമൈസ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം. അത് നല്ലതല്ല. ഓക്കെ, അതൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറയുന്നു. ആത്മവിശ്വാസം കൈവിടിയാൻ പാടില്ല എന്നും കൂടെ നിങ്ങളോട് പറയുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തമ്മിലിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. എന്താണ് യൂണിവേഴ്സിന് ഇപ്പൊ നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, കാർഡ് വീണപ്പം ഈ രണ്ട് ഇരിക്കുന്ന ഗണപതിനെ ആണെങ്കിൽ ശിവഭഗവാനെ ഒന്ന് ഇളക്കിയിട്ടാണ് അതവിടെ വീണത്. ഓക്കെ, അതേപോലെ തന്നെ ഫസ്റ്റ് കാർഡ് നോക്കൂ, ടവറാണ്. പക്ഷെ ഈ ടവർ നല്ലൊരു ടവറാണ്. ഓക്കെ, സഡൻ ചേഞ്ച് ആണ്, ഡീപ്പായിട്ടുള്ള ചേഞ്ച് ആണ്, പക്ഷെ ഇത് നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി ടവർ മൊമെന്റിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ആത്മവിശ്വാസം കൈവിടാതെ നിങ്ങൾ ഇരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പം. പ്രതീക്ഷയോടെ ആയിരിക്കേണ്ട സമയമാണ് ഇപ്പം. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, മാക്സിമം സ്പിരിച്വൽ പ്രാക്ടീസസിൽ ഇൻവോൾവ് ആകാൻ പറയുന്നു. ഈ ഒരു സമയത്തിന് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഈ ഒരു മാറ്റത്തിന് നിങ്ങൾ എങ്ങനെ ശ്രമിച്ചാലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കും തോറും കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്കാണ് പോവുക, കൂടുതൽ നിങ്ങൾക്ക് ചാലഞ്ചിങ് ആയിട്ട് അനുഭവപ്പെടുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അതിൽ നിങ്ങളെ സറണ്ടർ ചെയ്തുകൊണ്ട് കൂടുതൽ നിങ്ങളുടെ മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടുന്നതിന് സ്പിരിച്വൽ പ്രാക്ടീസസിൽ ഇൻവോൾവ് ആയി മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലതായിരിക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ആത്മവിശ്വാസം നിറയാം. ഓക്കെ, ആ പ്രതീക്ഷ കൈവിടാതിരിക്കുക.
ഓക്കെ ഓക്കെ ഞാനിപ്പോ കണ്ട സമയം 0505 ആണ്. ഡെഫിനറ്റ്ലി ചേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു മാറ്റം ഇപ്പൊ ഉണ്ടാവുന്ന ഈ ടവർ മൊമെന്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്ന വ്യക്തിയിൽ ഒരുപാട് വളർച്ച കൊണ്ടുവരുന്നതിന് ഉള്ള അവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് കാണുന്നു. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസും സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനായിട്ട് ഈ ടവർ മൊമെന്റ് നിങ്ങളെ സഹായിക്കുമെന്ന് കാണുന്നുണ്ട്. നിങ്ങളിൽ കാര്യമായ ഒരു വളർച്ച, നിങ്ങളെന്ന വ്യക്തിയിൽ കാര്യമായ ഒരു വളർച്ച ഈ ഒരു ടവർ മൊമെന്റിലൂടെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഒരു ഹീലിംഗ് ആണ് ആക്ച്വലി ഈ ടവർ മൊമെന്റിലൂടെ വരുന്നത്. ഓക്കെ, ആ ഹീലിംഗ് സംഭവിക്കുന്നതോട് കൂടെ തന്നെ നിങ്ങളുടെ എനർജിയിലും ഡിഫറൻസ് വരികയാണ്. നിങ്ങൾ ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് എത്താണ്. ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ പിന്നെ അവിടെ ഭാഗ്യം തുണയ്ക്കുന്ന കാലങ്ങളാണ്. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംഭവിക്കുക, നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവുക, ഒരുപാട് എന്താ പറയുക സൗഭാഗ്യങ്ങൾ തേടി വരിക, സന്തോഷം ഉണ്ടാവുക, എല്ലാം കൊണ്ടും എന്താ പറയാ ഒരു വളരെ നല്ലൊരു സമയം. എല്ലാം കൊണ്ടും നമുക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയില്ലേ, എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രതിഫലനം കാണാൻ സാധിക്കും. നമുക്ക് സണ്ണും വീൽ ഓഫ് ഫോർച്യൂൺ ആണുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു മാറ്റം, ഈ ഒരു ചേഞ്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ലെങ്കിൽ പോലും ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത്, നിങ്ങൾ എന്ന വ്യക്തിയിൽ ഒരു അപ്ഗ്രേഡ് ഉണ്ടാവുന്നു. നിങ്ങളിലെ ആ ഒരു ഇൻസെക്യൂരിറ്റീസ്, സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളിൽ കൂടുതൽ, നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളും വളർച്ചയും ഓക്കെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. അപ്പൊ നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കാനായിട്ട് തയ്യാറാകുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തരത്തിലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, നിങ്ങൾ എസ്പെഷ്യലി എന്തെങ്കിലും നിങ്ങൾക്കൊരു പേരും പ്രശസ്തിയും കിട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻവോൾവ് ആണെങ്കിൽ അതിനും സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിക്കും സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ഇതിനെ അനുവദിക്കുക എന്നുള്ളത് മാത്രമാണ്. അനുവദിക്കുക, ഈ മാറ്റത്തിനെ നടക്കുന്നതിന് അനുവദിക്കുക, അത് മാത്രമേ നിങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ആ മാറ്റം ഇപ്പൊ ആ ഒരു ടവർ മൊമെന്റ് സിറ്റുവേഷനിലാണെങ്കിൽ നടക്കട്ടെ, അത് ഈശ്വരഹിതാണ്, അപ്പൊ അത് അതിൻ്റെതായ ഗുണം എനിക്ക് ഉണ്ടാവും എന്നുള്ള രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇരിക്കേണ്ടത്. അതിനൊരു കാരണവശാലും റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.